അഫ്ഗാൻ പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിട്ട് 1000 ദിവസങ്ങൾ പിന്നിടുന്നു. താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാന്റെ ഭരണം കയ്യേറിയതിനു ശേഷം അഫ്ഗാനിലെ പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിരോധിച്ചിരുന്നു. കടുത്ത ലിംഗവിവേചനം നേരിടുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇതോടെ 10,000-കണക്കിന് പെൺകുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം പെൺകുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി വാദിച്ചതിന് നിരവധി അധ്യാപകർക്കും താലിബാന്റെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ സ്ത്രീകളും പെൺകുട്ടികളും കടുത്ത ലിംഗവിവേചനത്തിന് കീഴിലാണ് ജീവിച്ചു പോരുന്നത്. സ്കൂളുകളിൽ പോകുവാനോ ഒരു തൊഴിൽ ചെയ്യുവാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കുന്നില്ല. പെൺകുട്ടികളെ വിദ്യാലയങ്ങളിൽ പോകാൻ അനുവദിക്കാത്ത ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ അധികാരം പിടിക്കുന്നതിന് മുൻപ് തന്നെ 3.7 ദശലക്ഷം യുവജനങ്ങൾ സ്കൂളുകളിൽ പോയിരുന്നില്ല. അവരിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായിരുന്നു. താലിബാൻ ഭരണം ആരംഭിച്ചതിനു ശേഷം 1.2 ദശലക്ഷം അഫ്ഗാൻ പെൺകുട്ടികളെ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നതിൽ നിന്നും താലിബാൻ വിലക്കി. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനർനിർമ്മിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനിലെ സാമൂഹിക പ്രവർത്തകർക്ക് താലിബാൻ ഭീഷണി കാരണം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ലെന്ന് ഖത്തറിലെ ഹമദ് ബിൻ ഖലീഫ സർവകലാശാലയിലെയും യോർക്ക് സർവകലാശാലയിലെയും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ജനസംഖ്യയിൽ പകുതിയോളം പേർക്കും വിദ്യാഭ്യാസം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നതോടൊപ്പം അഫ്ഗാൻ ജനതയിൽ 97% കടുത്ത ദാരിദ്ര്യത്തിലുമാണ് ജീവിച്ചു പോരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.